ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചത് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതിന് മുൻപാണ്. അല്ലല്ലോ തന്ത്രപരമായി വ്യാജം പറയല്ലേ കുമാർ, ഇന്നത്തെ സാഹചര്യം പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്, കോട്ടയത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. കോട്ടയം ചില പ്രത്യേക മതക്കാരുടെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞത് ഇന്നലെയാണ്. കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നലെയാണ്. മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് 2 മാസം മുമ്പാണ്. അതവിടെ നിൽക്കെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്ന പരിപാടിയിൽ പോകുമ്പോ പോട്ടെ, പരിപാടിയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാലും വിട്ടു നിൽക്കാൻ പറ്റാതെ വന്നാലും മിതത്തിൽ പറയാലോ, അത് പറഞ്ഞിട്ടില്ല. VS അച്യുതാനന്ദനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലില്ലേ? എന്തെല്ലാമാണ് പറഞ്ഞത്? അതുപോലെയല്ല ഇദ്ദേഹത്തോട് കാണിക്കുന്ന ഒരുതരം സരസ്വതി വിലാസം എന്നൊക്കെ പറഞ്ഞ് ഒരു മൃദുഭാഷയായി ഒരു മൃദുഭാവത്തിൽ പറഞ്ഞ് എത്ര വാക്കുണ്ട്? അല്ല, VS അച്യുതാനന്ദനെ കുറിച്ച് പിണറായി പറഞ്ഞ ഏത് വാക്കുകളാണ് താങ്കൾ പറഞ്ഞത്? ഏതാ വേണ്ടത്? ഞാൻ പറഞ്ഞ ഹെയ്റ്റിനെ കുറിച്ചല്ല. ചുമ്മാ ഒരു ഉദാഹരണം ഞാൻ പറയാം. നോക്കൂ, രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലുത്. ചില ആളുകൾ കാലിലെന്തോ കമ്പ് കൊണ്ടു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് VS അച്യുതാനന്ദന്റെ കാലിലെ ബാനറ്റ് കൊണ്ടതിനെ പരസ്യമായി പരാമർശിക്കുന്നുണ്ട്. ചില ആളുകൾ വീടിന്റെ ഉത്തരം താങ്ങുന്നത് ഞങ്ങളാണെന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട്. അത്തരക്കാരോട് അത് വേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് കർശനമായ സമീപനത്തിൽ വർത്തമാനം പറഞ്ഞ പാരമ്പര്യം പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയൻ ഈ വർഗീയത പറഞ്ഞ ആളെ കുറിച്ച് പറയുമ്പോൾ സരസ്വതി വിലാസം സൂക്ഷിക്കണം കേട്ടോ എന്ന മൃദുപദേശം കൊടുക്കുകയാണ്. അതെ, CPM വിരുദ്ധത തലയ്ക്ക് പിടിച്ചിട്ടെ, പ്രത്യേകിച്ച് ഈ 8-9 കൊല്ലം ഭരണത്തിന് പുറത്തു നിൽക്കുമ്പോൾ ചില ആളുകൾ അതിവൈകാരികമായി, ഇപ്പൊ പറഞ്ഞില്ലേ, വർഗീയതയ്ക്ക് തീ പിടിപ്പിച്ചുകൊണ്ട് ഭരണം പിടിക്കാൻ നടത്തുന്ന ശ്രമം അത് അറിയാതെ വന്നു പോയതായിരിക്കും. കാരണം അത് ചിലപ്പോൾ ഓപ്പണായിട്ട് പറയാൻ ഉദ്ദേശിച്ചായിരിക്കില്ല. അത്തരത്തിലുള്ള പ്രവണതയുമായി ഇറങ്ങി തിരിച്ചവർ അത് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കാനും ഞങ്ങളുടെ വാദം അവതരിപ്പിക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയും. ഒരു തരത്തിലുള്ള അസമത്വമില്ലാതെ ആർക്കും ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാനും അവരുടെ അവകാശങ്ങൾ ചോദിക്കാനും. പക്ഷെ ഇത്തരത്തിലുള്ള വർഗീയത ഉണ്ടാക്കുന്ന, വിഘടനവാദം ഉണ്ടാക്കുന്ന പ്രവണത ഉണ്ടായാൽ അതിശക്തമായിട്ട് പ്രതിരോധിക്കാനുമുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും. യാത്ര നടത്തുന്നു, നൌഷാദിന്റെ കാര്യത്തിലടക്കം തീവ്ര വർഗീയ സ്വഭാവത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നു. അത് നോക്കൂ, പലയിടത്തും UDFന്റെ തോൽവിക്ക് കാരണമാകുന്ന നിലയ്ക്ക് ആ മൂവ്മെന്റിനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഒറ്റയടിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ അത് ഉണ്ടാക്കിയിട്ടുള്ള വിനാശം UDFന്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും, തൃശ്ശൂരിലൊക്കെയും. സോ അതുകൊണ്ട് ഇത്തവണയും അദ്ദേഹം ആഞ്ഞിറങ്ങിയിരിക്കുന്നത് UDFന്റെ പരാജയം ഉറപ്പാക്കാനാണ് എന്ന് വിലയിരുത്താമോ? തീർച്ചയായും വളരെ കൃത്യമായ നിരീക്ഷണമാണത്, യാതൊരു സംശയവും അതിലില്ല. പിന്നെ ഇപ്പോൾ CPM തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതാണ്. അദ്ദേഹം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ മുൻനിർത്തി CPM തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണമാണ്. അതിൻ്റെ ഗുണഭോക്താവാൻ പോകുന്നത് CPM ആണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ലക്ഷ്യങ്ങളില്ല. CPM മനഃപൂർവ്വം വർഗീയത പറയുന്നത് വർഗീയത ഇവിടെ വളരട്ടെ എന്ന അങ്ങനെയുള്ള ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല. വർഗീയത കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയും, മുസ്ലിം വിരുദ്ധത കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ നിന്ന് പറയുകയാണ്. ഇത് നേരത്തെ പരീക്ഷിച്ചതാണ്. 87 തെരഞ്ഞെടുപ്പിലൊക്കെ ശരീഅത്ത് വിവാദമൊക്കെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് വിജയിച്ച മാതൃകയാണ്. ആ മാതൃക വീണ്ടും എടുക്കുകയാണ്.